ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ തിരുവല്ലത്താരയിലെ സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് തന്നതിനോർത്ത് ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ക്രിസ്റ്റോ. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ കുണ്ടന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഭൗതികവും ആത്മീയവുമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചിട്ടും അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടുമാണ് പറയാനാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ 2025 ഫെബ്രുവരി 11 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ TTC കഴിഞ്ഞിട്ട് ഒരു താൽക്കാലിക അധ്യാപകനായിട്ട് ഒരു സ്കൂളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ഒരു സ്ഥിര നിയമനത്തിനുള്ള ഒഴിവനായിട്ട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂർ അതിരൂപത കോപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ഒരു പരീക്ഷ നടത്തുകയും അതിൽ ഞാൻ അപ്ലൈ ചെയ്തു. പരീക്ഷ നടത്താനുള്ള ഡേറ്റ് വന്നത് ജനുവരി 31, 2026 ജനുവരി 31 ആ പരീക്ഷ നടത്താനുള്ള ഡേറ്റ് വന്നത്. ഞാൻ എൻ്റെ ഇടവകയിലെ വിവിധ സംഘടനകളിലും അതുപോലെ തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആ മാസത്തിൽ വളരെ കൂടുതലായിരുന്നു. അതിനാൽ എനിക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരുങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. സോ എനിക്ക് വളരെയധികം പേടിയോട് കൂടിയിട്ടായിരുന്നു ഞാൻ ആ പരീക്ഷയെ അഭിമുഖീകരിച്ചത്. ആ ടെസ്റ്റ് പറയുന്ന 4 വിഷയങ്ങൾ ഇൻഡിവിജ്വലി പാസ്സാവണം. ആ പരീക്ഷ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം അന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടുകയും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് പരീക്ഷ ഹാളിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം ഇടുകയും ചെയ്തു. പിന്നെ കൂടാതെ ഞാൻ പരിശുദ്ധ അമ്മയുടെ ലോക്കറ്റും കൈപിടിച്ചിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയിരുന്നത്. കാരണം ഞാൻ അത്രമാത്രം ആ പരീക്ഷേനെ പേടിച്ചിരുന്നു. കാരണം ആ പരീക്ഷ പരാജയപ്പെട്ട അടുത്തൊരു അവസരത്തിനായിട്ട് ചിലപ്പോൾ വർഷങ്ങളോളം ഞാൻ കാത്തിരിക്കേണ്ടി വന്നിരുന്നത്. അങ്ങനെ ആ ജനുവരി 31 ഞാൻ പരീക്ഷ എഴുതി. ഞാൻ പാസ്സാവുന്ന തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പരിശുദ്ധമ്മയുടെ കരഭാരത്താൽ ഞാൻ ആ പരീക്ഷ പാസ്സാക്കി തന്നു. തുടർന്ന് അതിനുള്ള ഇൻ്റർവ്യൂ പ്രോസസ്സിലും പരിശുദ്ധമ്മയുടെ വലിയൊരു കരബലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒട്ടും ഞാൻ റിസൾട്ട് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് സെലക്ട് ആവുന്നതിൽ ഞാനുണ്ടാവും, പക്ഷേ എൻ്റെ റാങ്ക് വളരെ താഴെയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെ ഏകദേശം 500ഓളം പേര് പരീക്ഷ എഴുതിയ അതിൽ 35 പേരാണ് സെലക്റ്റഡ് ആയത്. അതിൽ ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ 1ാം റാങ്ക് മേടിക്കാനായിട്ട് സാധിച്ചു. അത് പരിശുദ്ധ അമ്മ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. കൂടാതെ എൻ്റെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വലിയൊരു മാറ്റങ്ങൾ കഴിഞ്ഞൊരു വർഷങ്ങൾ സംഭവിച്ചു. ഉടമ്പടി കേവലം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കൂടാതെ അതൊരു ഫസ്റ്റ് ലെവൽ മാത്രമാണ്. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും നമ്മുടെ മാറ്റങ്ങളും തുടർന്ന് എപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രമല്ല, സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉണ്ടാവും. അത് ക്ഷമയോടെ സഹിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. കൂടാതെ ഞാൻ വളരെയധികം കാം ആൻഡ് ക്വയറ്റായിട്ട് മാറി. എനിക്ക് ഒരുപാട് ഭയങ്ങളും പേടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിശുദ്ധമ്മ എനിക്ക് മാറ്റി തന്നു. കൂടാതെ എൻ്റെ ജീവിതത്തിലെ ഭൗതികമായ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ഭൗതികമായ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞൊരു വർഷക്കാലം ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് സ്ഥാനമാനങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഇടവകയിലാണെങ്കിൽ കൂടി തൃശ്ശൂർ അതിരൂപതയിലും എനിക്കൊരു വിൻസെൻ്റ് പോളിൻ്റെ സംഘടനയുടെ ഒരു യൂത്ത് കൺവീനറായിട്ട് എന്നെ ഉയർത്തിയിട്ടുണ്ട്. അതുവഴി എനിക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചിട്ടും ഓരോ ഇടവകയിൽ പോയിട്ട് സംസാരിക്കാനും അവിടുത്തെ ആളുകളെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഉടമ്പടി പത്രം അതാത് മാസങ്ങളിൽ തന്നെ ഞാനത് വ്യക്തികൾക്കത് ജാതിഭേദഭേദനെ ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി സാക്ഷ്യങ്ങൾ, ഉടമ്പടി ധ്യാനത്തിലാണ് ഓരോ ആഴ്ചയിലും ഉടമ്പടി ധ്യാനത്തിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് അച്ഛൻ പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനുദിനമുള്ള ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ കാണാറുണ്ട്. അനുദിന ദിവ്യബലിയിലെ മുടക്കം കൂടാതെ അത് ഉടമ്പടിക്ക് മുമ്പ് തന്നെ ഞാനതൊരു ദിനചര്യയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ചാരിറ്റി ഹോമിൽ ഞാൻ KCM സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വർഷത്തെ പ്രവർത്തന ഫണ്ട് കളക്ട് ചെയ്തതിൽ ഒരു പോർഷൻ ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളത് കൊടുക്കുകയും ചെയ്തു. കൂടാതെ ഒഴിവുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ആ ചാരിറ്റി ഹോമിൽ പോയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്.
ഇനി എൻ്റെ അമ്മയും ഉടമ്പടി എന്നൊക്കെ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അമ്മയ്ക്കും അനുഭവ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അമ്മയിലേക്ക് ഞാൻ മൈക്ക് കൈമാറാം. എൻ്റെ പേര് ബീന. 2024 ഒക്ടോബർ 12 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ ആൾത്താരയിൽ വന്ന് നിൽക്കുന്നത്. ആദ്യമേ തന്നെ ഈശോയ്ക്ക് അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മകൻ പറഞ്ഞതുപോലെ മകന് ഒരു ജോലിക്ക് വേണ്ടി ഞാനും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ ജോലി കിട്ടിയതിന് ഈ ജൂൺ 28 മോൻ അധ്യാപകനായിട്ട് കോർപ്പറേറ്റീവിൻ്റെ എയ്ഡഡ് സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി തന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ മോള് നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. അത് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോള് ഹ്യൂമാനിറ്റീസ് എന്ന വിഷയമാണ് എടുത്തിരുന്നത്. ആ വിഷയം പഠിച്ച മോൾക്ക് ജനറൽ നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടേണ്ട കാര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ മാതാവിൻ്റെ നാമത്തിലുള്ള നഴ്സിംഗ് കോളേജിൽ മോൾക്ക് അഡ്മിഷൻ തന്ന് മാതാവും ഈശോയോടുകൂടെ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. പിന്നെ എൻ്റെ മകൻ്റെ കഴുത്തിന് പിറകിലായിട്ട് 2-3 തടിപ്പുകളുണ്ടായിരുന്നു. മാതാവിൻ്റെ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടിയതിൻ്റെ ഫലമായി ഒരു ഡോക്ടറെ പോലും കാണിക്കാതെ ഒരാഴ്ചയ്ക്കകം അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. പിന്നെ എൻ്റെ കയ്യിൻ്റെ വേദന ഞാനൊരു ഫൈനാൻസിൽ ജോലി ചെയ്യുന്ന ആളാണ്. പെട്ടെന്ന് കയ്യിന് വേദന വന്ന് നോട്ട് പോലും എണ്ണാൻ പറ്റാത്ത തരത്തിൽ നീരും വേദനയും വന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. എക്സ്റേയിലൂടെ എനിക്ക് അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വേദന മാറുന്നുണ്ടായിരുന്നില്ല. മാതാവിൻ്റെ ഉടമ്പടി തൈലും ഉപ്പും കൂടി ഞാൻ കയ്യുമ്മ വെച്ച് കെട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം തന്നെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. എനിക്ക് എൻ്റെ ജോലി ചെയ്യാനൊക്കെ സാധിച്ചു. പിന്നെ എൻ്റെ മോളുടെ പീരീഡ്സ് ഹോസ്റ്റലിൽ നിന്ന കാരണം എന്താണെന്നറിയില്ല, അവൾക്ക് റെഗുലറായിട്ട് പീരീഡ്സ് വന്നായിരുന്നു. മകൾക്ക് പെട്ടെന്ന് അത് ഇല്ലാതെയായി. 3 മാസമായിട്ടും ഇല്ലാതെയായപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു. മാതാവിനോട് ഈശോയോട് നന്നായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ഡോക്ടറെ പോലും കാണിക്കാതെ തന്നെ സാധാരണ രീതിയിൽ റെഗുലറായിട്ട് പീരീഡ്സ് ശരിയായി. ഇത്രയും തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറഞ്ഞ് ഈശോയ്ക്ക് അമ്മ മാതാവിനും മഹത്വർപ്പിക്കുന്നു. 20-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരുളും. വലത്തുകൈ കൊണ്ട് മഹത്തായ വിജയം നൽകും. ക്രിസ്റ്റോ എന്ന ഈ മകൻ അമ്മയോടും സഹോദരിയോടും ഒപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ബൈബിളിൽ പറയുന്നത് പോലെ യൗവനത്തിൽ തന്നെ നീ നുകമെടുക്കുക, വാർദ്ധക്യത്തിൽ നിനക്കത് സഹായകമാവും എന്ന് സങ്കീർത്തനങ്ങൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ മകനെ വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അധ്യയന വൃത്തിയിലേക്ക് ഒരു നല്ല ടീച്ചറായി എയ്ഡഡ് സ്കൂളിൽ നിയമനം ലഭിക്കുവാനുള്ള അനുഗ്രഹം ലഭിച്ചതിനെക്കുറിച്ചാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഈ മകൻ്റെ ബേസ് വളരെ നല്ലതാണ്. കാരണം ആധ്യാത്മികമായി ഉടമ്പടി എടുക്കുന്നതിന് മുൻപും ഉടമ്പടിക്ക് ശേഷവും ഈ മകൻ വളരെയധികം ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയെ സ്നേഹിക്കുന്ന ഒരു മകനാണ്. ഇടവകയിൽ വളരെയധികം സജീവമായി വിൻസെൻ്റ് പോൾ സംഘടനയിലും KCYയിലും അവർക്കെല്ലാം വേണ്ടി ക്ലാസ് എടുത്ത് അവരെയെല്ലാം ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു നല്ല സ്വഭാവം ഈ മകനിൽ, കുടുംബത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് ഈ മകനിൽ ലഭിച്ചിട്ടുള്ളതാണ്. ഈ മകനെ വളരെയധികം ഉയർത്തിയത് ഇടവകയുമായുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പഠിക്കാൻ ഒട്ടും തന്നെ സമയമില്ലാതിരുന്നു. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ചെയ്ത എടുത്തു വെച്ച ഓരോ കല്ലുകളും ഒരു വലിയ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് ഈ മകന് വലിയ വിജയം നൽകിയത്. തൃശ്ശൂർ രൂപതയിൽ 500 പേർ അറ്റംപ്റ്റ് ചെയ്ത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ആ പരീക്ഷ പാസ്സാകുന്നതിന് 500 പേരെഴുതി 35 പേരെയാണ് അവർ സെലക്ട് ചെയ്തത്. അതിൽ ഫസ്റ്റ് റാങ്ക് ഈ മകന് തന്നെ ലഭിച്ചു എന്ന് ഈ മകനോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പരീക്ഷാ സമയങ്ങളിലുള്ള അസ്വസ്ഥതകൾ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അമ്മയുടെ ഒരു നല്ല സാക്ഷ്യമുണ്ട്. അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. കുടുംബത്തിന് വേണ്ടി വളരെയധികം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ മകൾക്കുണ്ടായ സൗഖ്യവും മകളുടെ അസ്വസ്ഥതകളെല്ലാം മാറ്റി ഈ അൾത്താരയിൽ മക്കളെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുവാനുള്ള വലിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. സമാനമായി കുടുംബത്തിൽ അസ്വസ്ഥതകളുള്ള, ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ യുവതിയുവാക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.